താഴെ വീഴുന്ന മാങ്ങയൊക്കെ വളരെ മോശമായി പോവാണ്. താഴെ വീണ മാങ്ങ നമുക്ക് തിന്നാനൊരു ചെറിയൊരു മടിയാണ് എനിക്ക്. അതുകൊണ്ട് നമ്മളെ മാങ്ങയൊക്കെ വെറുതെ വീണ് നശിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ കുറച്ച് മാങ്ങ പറിക്കണം, അതാണ് പരിപാടി. വലിയ മരമാണ്, എന്നെക്കാളും നല്ല പ്രായമുണ്ട് എന്ന് തോന്നുന്നു മരത്തിന്. നല്ല, നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ നല്ല സ്ട്രോങ് ആണ് സംഭവം. ഒരു നാട്ടുമാങ്ങേൻ്റെ ആ ഒരു പ്രകൃതം കേട്ടോ ഈ മാങ്ങേൻ്റെ ടേസ്റ്റ്. പിന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു മാവുണ്ട്, ഇതിലും അത്യാവശ്യം നല്ല മാങ്ങയാണ്. ഇത് കുറച്ചും കൂടി 1 കിലോ ഒക്കെ വലിപ്പം വരാൻ ചാൻസ് ഉള്ള മാങ്ങയാണ്. ഇതും നമുക്കൊന്ന് പറിച്ചെടുക്കണം. ഇതും അത്യാവശ്യം നല്ല പ്രായമുള്ളതാണ്. മരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലപോലെ പേടിക്കും. രാവിലെ കാക്കകളൊക്കെ അലമ്പാക്കുന്നുണ്ട്. നമുക്ക് പറിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫ്രണ്ടിലുള്ള മാങ്ങയാണ്, അത്യാവശ്യം നല്ലൊരു വെയിറ്റ് വരും. ഇത് കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഉഷാറാവും. പക്ഷെ നാട്ടിലേക്ക് വരും എന്നൊരു പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് പറിച്ച് വെക്കുന്നത്. കുറച്ചും കൂടി പാകമാവേണ്ടതാണ്. പക്ഷേ ഇത് അധികം പെട്ടെന്ന് വീണു കിട്ടും. ഇതിൻ്റെ വെയിറ്റ് കാരണം തന്നെ ഇത് താഴെ വീണവാറാണ് പതിവ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് മാങ്ങ ഞാൻ പറിക്കുന്നുണ്ട്. കൈ കൊണ്ട് എത്താൻ പറ്റുന്നതൊക്കെ പറിക്കുന്നു, അല്ലാതെ ഞാൻ കുറച്ച് കൊക്ക ഉപയോഗിച്ചിട്ട് പറിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും എന്നെ കൊണ്ടാവുന്ന കുറച്ച് മാങ്ങ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് മാങ്ങ പറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം മാങ്ങ കിട്ടിയത്. അപ്പം നമ്മുടെ മാങ്ങ മൊത്തം നല്ലതുപോലെ പഴുത്തിന്. ഈ നാട്ടുമാങ്ങ, ഞാൻ പറിച്ച നാട്ടുമാങ്ങ മാത്രമേ ഉള്ളൂ പഴുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല പുളി ഉണ്ടാവും, നാട്ടുമാങ്ങയാണ്. പുളിയില്ല, ടേസ്റ്റ് ഉണ്ടോ? അപ്പം നമ്മൾ പറിച്ച നാട്ടുമാങ്ങേനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നാട്ടുമാങ്ങേൻ്റെ അതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല നാരുള്ള ടൈപ്പ് ആയിരിക്കും. പല്ലിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങും കേട്ടോ. കേൾക്കണ്ടോ? ടേസ്റ്റ് ഉണ്ടോ?